ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൺസോൾട്ടേഷനിലെ പാർട്ട് 2 ആണ്. ഓൾറെഡി കൺസോൾട്ടേഷൻ പാർട്ട് 1 നമ്മൾ ബേസിക്സ് ഓഫ് കൺസോൾട്ടേറ്റഡ് SOFP പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു വർക്കിംഗ് നോട്ട് 5 ഗ്രൂപ്പ് സ്ട്രക്ചർ വരെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് ഓൾറെഡി ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഇൻട്രാ ഗ്രൂപ്പ് ട്രേഡിംഗ് ഡിസ്കസ് ചെയ്യാനുണ്ട്, അതുപോലെ PUP ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ കറൻറ്റ് വീഡിയോയിൽ നമ്മൾ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 സ്ഥലത്ത് നമുക്ക് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഒരെണ്ണം നമ്മളുടെ വർക്കിംഗ് നോട്ട് 2 നെറ്റ് അസെറ്റ്സ് ഓഫ് സബ്സിഡറിയിലും അതുപോലെ തന്നെ വർക്കിംഗ് നോട്ട് 3 ഗുഡ് വിൽ കാൽക്കുലേഷനിലുമാണ് നമുക്ക് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. സോ നിങ്ങൾക്ക് FAയിൽ വളരെ ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സേ വരുന്നുള്ളൂ. നിങ്ങളുടെ സബ്സിക്വൻറ്റ് പേപ്പേഴ്സായ FRലും SBRലും ഇതിനേക്കാളും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 2 സ്ഥലത്താണ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഒരെണ്ണം നമ്മളുടെ വർക്കിംഗ് നോട്ട് 2 അഥവാ നെറ്റ് അസെറ്റ്സ് ഓഫ് സബ്സിഡറിയിലായിരുന്നു. അതുപോലെ തന്നെ വർക്കിംഗ് നോട്ട് 3 ഗുഡ് വിൽ കാൽക്കുലേഷൻ. ഇവിടെ എവിടേക്കാണ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് എന്ന് നോക്കാം. ഈ വർക്കിംഗ് നോട്ട് 2 നെറ്റ് അസെറ്റ്സ് ഓഫ് സബ്സിഡറിയിൽ നമ്മൾ 3 കോളം വരച്ചിരുന്നു. അറ്റ് അക്വിസിഷൻ, അറ്റ് റിപ്പോർട്ടിംഗ്, പോസ്റ്റ് അക്വിസിഷൻ, റിസർവ്. ഇവിടെ IFRS 3 ബിസിനസ് കോമ്പിനേഷൻ പ്രകാരം ഈ അറ്റ് അക്വിസിഷനിലെ എല്ലാ മെഷർമെൻറ്റും എന്തിലായിരിക്കണം? ഫെയർ വാല്യൂലായിരിക്കണം. എന്തിലായിരിക്കണം? ഫെയർ വാല്യൂലായിരിക്കണം. സോ അറ്റ് അക്വിസിഷനിലെ എല്ലാ ഫിഗേഴ്സും ഫെയർ വാല്യൂലായിരിക്കണം. ഫിഗേഴ്സ് ഫെയർ വാല്യൂൽ അല്ലെങ്കിൽ നമുക്കിവിടെ എന്ത് വരും? ഒരു ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് വരും. സോ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഇവിടെ ആയിരുന്നു. അറ്റ് അക്വിസിഷനിൽ സബ്സിഡറിയുടെ എല്ലാ നെറ്റ് അസെറ്റ്സിനെയും ഫെയർ വാല്യൂലോട്ട് മാറ്റണം. അതുപോലെ തന്നെ വർക്കിംഗ് നോട്ട് 3 ഗുഡ് വില്ലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമായിരുന്നു ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡ്. ഇതിലൂടെ നമ്മൾ ഫെയർ വാല്യൂ ഓഫ് NCI അറ്റ് അക്വിസിഷൻ എന്ത് ചെയ്തിരുന്നു? ആഡ് ചെയ്തിരുന്നു. ഈ ആഡ് ചെയ്ത സബ് ടോട്ടലിൽ നിന്ന് വേണം ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസെറ്റ്സ് ഓഫ് സബ്സിഡറി അറ്റ് അക്വിസിഷൻ എന്ത് ചെയ്യാൻ? ലെസ് ചെയ്യാൻ. അപ്പോഴായിരുന്നു നമുക്ക് ഗുഡ് വില് കിട്ടിയിരുന്നത്, അല്ലേ? അപ്പോഴായിരുന്നു നമുക്ക് എന്ത് ചെയ്തിരുന്നത്? ഗുഡ് വിൽ അറ്റ് അക്വിസിഷൻ കിട്ടിയിരുന്നത്. ഇവിടെ ഈ ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡില്ലേ, ഇതിൽ ക്യാഷ് വരാം, ഷെയർ വരാം. വീണ്ടും ഡഫേർഡ് എന്ന് പറഞ്ഞിട്ടും കണ്ടിജന്റ് കൺസിഡറേഷൻ, ലോൺ നോട്ട്, റീപ്ലേസ്മെന്റ്, ഷെയർ ബേസ്ഡ് പേയ്മെന്റ് സ്കീം, ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങളുടെ അഡ്വാൻസ്ഡ് പേപ്പറിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇവിടെ 2 കാര്യങ്ങളെ വരുന്നുള്ളൂ, ക്യാഷ് അതുപോലെ തന്നെ ഷെയർ. അപ്പോൾ ഈ ഷെയർ കൺസിഡറേഷനും എന്തിലായിരിക്കണം? ഫെയർ വാല്യൂലായിരിക്കണം. IFRS 3 ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണ് എങ്ങനെ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ആ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള കൺസിഡറേഷൻ പെയ്ഡ് എന്തിലായിരിക്കണം? ഫെയർ വാല്യൂലായിരിക്കണം. അപ്പോൾ 2 കാര്യങ്ങൾ ഫെയർ വാല്യൂലായിരിക്കണം എന്ന് നിർബന്ധം പറയുന്നുണ്ട്. ഒന്ന് നെറ്റ് അസെറ്റ്സ് ഓഫ് സബ്സിഡറി അറ്റ് അക്വിസിഷൻ, അതുപോലെ തന്നെ ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡ്. ഈ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും എന്തിലായിരിക്കണം? ഫെയർ വാല്യൂലായിരിക്കണം. സോ ഈ 2 കാര്യങ്ങളിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വരാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വർക്കിംഗ് നോട്ട് 2 എന്ത് വരാം? നെറ്റ് അസെറ്റ്സ് ഓഫ് സബ്സിഡറി വരാം. ഈ നെറ്റ് അസെറ്റ്സ് ഓഫ് സബ്സിഡറിയിൽ 3 കോളമാണുള്ളത്. ഏതൊക്കെയായിരുന്നു? അറ്റ് അക്വിസിഷൻ വരുന്നുണ്ട്, അതുപോലെ അറ്റ് റിപ്പോർട്ടിംഗ് വരുന്നുണ്ട്, അതുപോലെ പോസ്റ്റ് അക്വിസിഷൻ റിസർവ് വരുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് നമ്മൾ എഴുതുന്നതായിരുന്നു ഷെയർ ക്യാപിറ്റൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യം വെരി ഇമ്പോർട്ടൻറ്റ്, നെറ്റ് അസെറ്റ്സ് ഓഫ് സബ്സിഡറി. നെറ്റ് അസെറ്റ്സ് മീൻസ് എന്താ നെറ്റ് അസെറ്റ്സ്? നെറ്റ് അസെറ്റ്സ് ഈക്വൽ ടു ഈക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു കമ്പനിയുടെ ആസ്തി. ഒരു കമ്പനിയുടെ
എല്ലാ അസറ്റ്സിൽ നിന്നും എല്ലാ ലയബിലിറ്റിയും കുറച്ചാൽ ബാക്കി എന്തുണ്ടോ അതാണ് ആ കമ്പനിയുടെ ആസ്തി എന്ന് പറയുന്നത്, അതാണ് അവരുടെ ഇക്വിറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കാറുണ്ട് അസറ്റ് മൈനസ് ലയബിലിറ്റി ഈക്വൽ ടു ഈക്വിറ്റി. എനിക്കൊരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിൽ 50,000 വാല്യൂ വരുന്ന അസറ്റ്സ് ഉണ്ട്. അതേ ബിസിനസ്സിൽ എനിക്ക് ഒരു 30,000 എന്തുണ്ട്, ലയബിലിറ്റി ഉണ്ട്. ഇൻ കേസ് ഈ കമ്പനി ലിക്വിഡേഷനിലോട്ട് പോവുകയാണെങ്കിൽ, ഈ കമ്പനി പൂട്ടി പോകേണ്ടി വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എല്ലാ അസറ്റുകളും വിറ്റൊഴിവാക്കിയിട്ട് എല്ലാ ബാധ്യതകളും തീർക്കില്ലേ? അപ്പോൾ അസറ്റ് വിറ്റപ്പോൾ 50,000 കിട്ടി, അതുകൊണ്ട് 30,000 ലയബിലിറ്റി ഞാൻ എന്ത് ചെയ്തു, സെറ്റിൽ ചെയ്തു. ബാക്കി എൻ്റെ കയ്യിൽ എത്ര ഉണ്ടായിരിക്കും? 20,000 ഉണ്ടായിരിക്കും അല്ലേ? അസറ്റ് വിറ്റു, എല്ലാ ബാധ്യതയും വിട്ടി, ബാക്കി എൻ്റെ കയ്യിൽ എന്തുണ്ട്? 20,000 ഉണ്ട്. ഇതാർക്ക് അവകാശപ്പെട്ടതാണ്? ഈ കമ്പനിയുടെ ഒറിജിനൽ ഷെയർ ഹോൾഡേഴ്സായ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. സോ ഈ 20,000 ഈസ് എൻടൈറ്റിൽഡ് ടു ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ്, അവർക്ക് അവകാശപ്പെട്ടതാണ്. സോ അതാണ് ഇക്വിറ്റി. ഇക്വിറ്റിയുടെ ഡെഫിനിഷൻ തന്നെ അറിയാലോ, എന്തായിരുന്നു? റെസിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ അസറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ആൾ ഓഫ് ഇറ്റ്സ് ലയബിലിറ്റി. അസറ്റിൽ നിന്ന് എല്ലാ ബാധ്യതയും തീർത്തി ബാക്കി എന്ത് അവകാശമാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഈ ഇക്വിറ്റിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? നെറ്റ് അസറ്റ്സ്, അസറ്റ് മൈനസ് ലയബിലിറ്റി. സോ ഇക്വിറ്റി എന്ന് പറയുന്നതാണ് ബിസിനസിന്റെ ആസ്തി അഥവാ നെറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ എൻ്റെ കമ്പനിക്ക് ഇത്ര ആസ്തി ഉണ്ട് എന്ന് പറയാറില്ലേ? അത് എല്ലാ ബാധ്യതകളും തീർത്തിട്ട് ബാക്കി എന്ത് ആസ്തി ഉണ്ടോ അതിനെയാണ് നെറ്റ് അസറ്റ്സ് അഥവാ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് നോട്ട് 2 എന്ന് പറയുന്നത് തന്നെ ആരുടെയാണ്? വർക്കിംഗ് നോട്ട് 2 എന്ന് പറയുന്നത് തന്നെ ആരുടെയാണ്? സബ്സിഡറിയുടെ. ഈ സബ്സിഡറിയുടെ ആസ്തി നെറ്റ് അസറ്റ്സ് എത്രയാണെന്നുള്ളതാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. IFRS 3 നിർബന്ധം പറയുന്നുണ്ട്, അത് അറ്റ് അക്വിസിഷനിൽ എന്തിലായിരിക്കണം മെഷർ ചെയ്യുന്നത്? ഫെയർ വാല്യൂലായിരിക്കണം. എന്തിലായിരിക്കണം? ഫെയർ വാല്യൂലായിരിക്കണം. സോ എനിക്ക് വേണമെങ്കിൽ നെറ്റ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാ അസറ്റ്സും എല്ലാ ലയബിലിറ്റീസും ലിസ്റ്റ് ചെയ്ത് എഴുതാം അറ്റ് അക്വിസിഷൻ കോളത്തിൽ. അപ്പോൾ ഒരുപാട് എഴുതേണ്ടി വരും, ഒരുപാട് കാൽക്കുലേഷൻ വരേണ്ടി വരും. അതിനേക്കാൾ സിമ്പിൾ അല്ലേ എല്ലാ അസറ്റ്സും എല്ലാ ലയബിലിറ്റി? അസറ്റ് എല്ലാം പോസിറ്റീവ് ആണ്, ലയബിലിറ്റി എല്ലാം മൈനസ് ആണ്. അതിന്റെ സമ്മ് തന്നെ ആയിരിക്കില്ല ഇക്വിറ്റി എന്ന് പറയുന്നത്. അസറ്റ് മൈനസ് ലയബിലിറ്റി അല്ല ഇക്വിറ്റി. അപ്പോൾ ഓരോ അസറ്റും ഓരോ ലയബിലിറ്റിയും എഴുതുന്നതിന് പകരം ഏറ്റവും എളുപ്പം എന്താ? ആ ഇക്വിറ്റി സൈഡ് മാത്രം എഴുതുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി. ക്ലിയർ അല്ലേ? സോ അതുകൊണ്ട് എല്ലാ അസറ്റും എല്ലാ ലയബിലിറ്റി എഴുതാതെ ഞാൻ എന്ത് എഴുതുന്നുള്ളൂ? ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീറ്റെയിൻഡ് ഏർണിങ്സ്. വെരി സിമ്പിൾ. ഈ ഷെയർ ക്യാപിറ്റൽ അറ്റ് റിപ്പോർട്ടിംഗ് നിങ്ങൾക്ക് സെക്ഷൻ ബിയിൽ FAയിൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇത് ഓൾറെഡി നിങ്ങൾക്ക് SOFP തന്നിട്ടുണ്ടായിരിക്കും. ആരുടെ? സബ്സിഡറിയുടെ. ആരുടെ? സബ്സിഡറിയുടെ SOFP ഓഫ് സബ്സിഡറിയിൽ അത് ഗിവൺ ആയിരിക്കും. SOFP ഈ അറ്റ് റിപ്പോർട്ടിംഗ് കോളം നിങ്ങൾക്ക് SOFP ഓഫ് സബ്സിഡറിയിൽ ഗിവൺ ആയിരിക്കും. SOFP എന്ന് പറയുന്നത് ഇയറെൻഡിലല്ലേ പ്രിപ്പയർ ചെയ്യുന്നത്, ദാറ്റ് മീൻസ് റിപ്പോർട്ടിംഗ് ഡേറ്റ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരിക്കും, പാരന്റിന്റെയും ഉണ്ടായിരിക്കും സബ്സിഡറിയുടെ ഉണ്ടായിരിക്കും. ആ സബ്സിഡറിയുടെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് ഇയറെൻഡിലല്ലേ, അത് തന്നെയാണ് റിപ്പോർട്ടിംഗ് ഡേറ്റ്. ആ സ്റ്റേറ്റ്മെന്റ് അങ്ങ് നോക്കിയാൽ മതി, അതിൽ കാണാം ഷെയർ ക്യാപിറ്റൽ എത്ര, ഷെയർ പ്രീമിയം എത്ര എന്നുള്ളത്. ആ ഷെയർ ക്യാപിറ്റൽ അറ്റ് റിപ്പോർട്ടിംഗിലും ഷെയർ പ്രീമിയം അറ്റ് റിപ്പോർട്ടിംഗിലും എഴുതുക. ഇത് തന്നെയായിരിക്കും അറ്റ് അക്വിസിഷൻ. നിങ്ങൾ FA ആയിക്കോട്ടെ, FR ആയിക്കോട്ടെ, SBR ആയിക്കോട്ടെ, ഒരു ചേഞ്ചും വരില്ല. ക്ലിയർ ആണോ? സോ ഇവിടെ PR മീൻസ് നമ്മളുടെ അറ്റ് അക്വിസിഷൻ കോളം വർക്കിംഗ് നോട്ട് 2 മൈനസ് വർക്കിംഗ് നോട്ട് 1 ആണ്. സോറി, വർക്കിംഗ് നോട്ട് 2ലെ PR എന്ന് പറയുമ്പോൾ നമ്മളുടെ സെക്കൻഡ് കോളം മൈനസ് ഫസ്റ്റ് കോളം. ആൾവേസ് അങ്ങനെ തന്നെ ആയിരിക്കണം. സെക്കൻഡ് കോളം മൈനസ് ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളം ഏതാ? അറ്റ് റിപ്പോർട്ടിംഗ്. ഫസ്റ്റ് കോളം ഏതാ? അറ്റ് അക്വിസിഷൻ. അപ്പോൾ അറ്റ് റിപ്പോർട്ടിംഗിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അറ്റ് അക്വിസിഷൻ മൈനസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പോസ്റ്റ് അക്വിസിഷൻ റിസർവ് കിട്ടുന്നത്. സോ ഇവിടെ ഷെയർ ക്യാപിറ്റലിലും ഷെയർ പ്രീമിയത്തിലും പോസ്റ്റ് അക്വിസിഷൻ റിസർവ് 0 ആണ്. വൈ? ഷെയർ ക്യാപിറ്റലിലും ഷെയർ പ്രീമിയം എന്താണ്? അറ്റ് അക്വിസിഷനിലും അറ്റ് റിപ്പോർട്ടിംഗിലും എന്താണ്? സെയിം ആണ്. സോ തേർഡ് വരുന്ന ആയിരുന്നു എന്ത്? റീറ്റെയിൻഡ് ഏർണിങ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ അറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് SOFP ഓഫ് സബ്സിഡറി നോക്കിയാൽ മതി. കാരണം SOFP പ്രിപ്പയർ ചെയ്യുന്നത് ഇയറെൻഡിലാണ്. ആ ഇയറെൻഡിൽ പോയിട്ട് നിങ്ങൾ SOFP ഓഫ് സബ്സിഡറിയുടെ ഇക്വിറ്റിയിൽ എന്തുണ്ടായിരിക്കും? റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടായിരിക്കും. അതെടുത്തങ്ങ് എഴുതുക. സോ അതായിരിക്കും നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ്. SOFP ഓഫ് സബ്സിഡറി അറ്റ് റിപ്പോർട്ടിംഗ് തന്നിട്ടുണ്ടായിരിക്കും, അതിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് എഴുതുക.
പക്ഷെ ഇത് എന്തായിരിക്കില്ല, അറ്റ് അക്വിസിഷനിലെ വാല്യൂമായിട്ട് സെയിം ആയിരിക്കില്ല, ഡിഫറെന്റ് ആയിരിക്കും. സോ അറ്റ് അക്വിസിഷനിൽ നമ്മൾ വാല്യൂ കണ്ടെത്തണം. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ അഡീഷണൽ ഇൻഫോർമേഷനിൽ തരും. സബ്സിഡറിയുടെ അക്വിസിഷൻ ഡേറ്റിലെ റീറ്റെയിൻഡ് ഏർണിങ്സ് ഇത്രയാണെന്ന് പറഞ്ഞ് അതിവിടെ എഴുതാം. അങ്ങനെയാണെങ്കിൽ അറ്റ് അക്വിസിഷനും അറ്റ് റിപ്പോർട്ടിങ്ങും തമ്മിൽ സെയിം ആയിരിക്കില്ല. ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയവും സെയിം ആയിരുന്നു. പക്ഷേ അറ്റ് അക്വിസിഷനിലെ റീറ്റെയിൻഡ് ഏർണിങ്സും അറ്റ് റിപ്പോർട്ടിങ്ങിലെ റീറ്റെയിൻഡ് ഏർണിങ്സും സെയിം ആയിരിക്കില്ല, ഡിഫറെന്റ് ആയിരിക്കും. വൈ? വെരി സിമ്പിൾ. എന്തായിരിക്കും? ഇവിടെ ഒരു ബാലൻസ് വരാം. അത് പ്ലസ് ആവാം മൈനസ് ആവും. നമ്മളിപ്പോൾ എഫ് എൽ അല്ലേ, പ്ലസ് മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനി ഓരോ വർഷവും ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ഫോർ ദി ഇയർ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് എന്ത്? റീറ്റെയിൻഡ് ഏർണിങ്സ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓരോ വർഷവും എല്ലാ വർഷവും വരുന്ന SOP കാൽക്കുലേറ്റ് ചെയ്യും, അതിൽ പ്രോഫിറ്റ് വരും. ആ പ്രോഫിറ്റ് എല്ലാ വർഷവും നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതുവരെ അക്യുമുലേറ്റ് ചെയ്ത് വന്നത്, ഫോർ എക്സാമ്പിൾ റീറ്റെയിൻഡ് ഏർണിങ്സ് ആദ്യത്തെ വർഷത്തെ പ്രോഫിറ്റ്, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് 6000, അത് റിട്ടേൺ ഏർണിങ്സിലോട്ട് കൊടുന്നു. ആദ്യത്തെ വർഷമാണ് ബിസിനസിന്റെ. രണ്ടാമത്തെ വർഷം 4000, ആ 4000 റിട്ടേൺ ഏർണിങ്സിൽ വന്നു. ഇപ്പൊ എത്രയായി? 10000. ആദ്യത്തെ വർഷമാണ് അക്യൂർ ചെയ്തെന്ന് കരുതുക, അപ്പൊ അക്വിസിഷനിൽ 6000. അറ്റ് റിപ്പോർട്ടിങ്ങിൽ ഇയർ എൻഡിൽ അത് 10000 ആയി. എന്തുകൊണ്ടാ? ഒരു 4000 കൂടെ പ്രോഫിറ്റ് വന്നു. ഫോർ എക്സാമ്പിൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. എന്താ റീറ്റെയിൻഡ് ഏർണിങ്സ്? കമ്പനി ഓരോ വർഷം ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോ റീറ്റെയിൻഡ് ഏർണിങ്സ് അറ്റ് അക്വിസിഷൻ, ഫോർ എക്സാമ്പിൾ അറ്റ് അക്വിസിഷൻ 5000 ആണ്. നമ്മൾ സബ്സിഡിയെ വാങ്ങിക്കുമ്പോൾ അവരെടുത്തു വെച്ച പ്രോഫിറ്റ് അവരുടെ കയ്യിൽ 5000 ഉണ്ട്. ക്ലിയർ ആണോ? ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 5000 അത് ഇയർ എൻഡ് ആയപ്പോൾ ഫോർ എക്സാമ്പിൾ 7000 ആയി എന്ന് അസ്യൂം ചെയ്യുക. എപ്പോഴാണ് 5000 പ്രോഫിറ്റ്, റീറ്റെയിൻഡ് പ്രോഫിറ്റ്, എടുത്തു വെക്കുന്ന പ്രോഫിറ്റ് 7000 ആയത്? എന്തുകൊണ്ടാണ്? കറന്റ് ഇയറിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 2000 പ്രോഫിറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഞാനൊരു പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ 5000 സൂക്ഷിച്ചു വെച്ചതുണ്ട്. ഈ വർഷത്തെ ഒരു 2000 കൂടെ ഞാൻ സൂക്ഷിച്ചു വെച്ചു. ഇപ്പൊ ഇതാ 7000 ആയി മാറി. അപ്പൊ നമ്മളിവിടെ 5000 എഴുതും. എവിടെ? അറ്റ് അക്വിസിഷൻ കോളത്തിൽ നമ്മൾ 5000 എഴുതും. അറ്റ് റിപ്പോർട്ടിങ്ങിൽ 7000 എഴുതും. നമ്മൾ പറഞ്ഞില്ലേ PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അറ്റ് റിപ്പോർട്ടിംഗ് മൈനസ് അറ്റ് അക്വിസിഷൻ. എത്രയായിരുന്നു? 2000. ഈ 2000 എന്താണ്? കറന്റ് ഇയർ പ്രോഫിറ്റ് ആണ്. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പോ അറ്റ് അക്വിസിഷൻ കോളത്തിലെ റീറ്റെയിൻഡ് ഏർണിങ്സും അറ്റ് റിപ്പോർട്ടിങ്ങിലെ കോളത്തിലെ റീറ്റെയിൻഡ് ഏർണിങ്സും സെയിം ആയിരിക്കില്ല. PR ബാലൻസ് വരും. ആ PR വരുന്ന ബാലൻസ് എന്താ? പ്രോഫിറ്റ് ഫോർ ദി ഇയർ ആണ്. പ്രോഫിറ്റ് ഫോർ ദി ഇയർ എന്ന് പറയാൻ പറ്റില്ല, പ്രോഫിറ്റ് അപ് ടു റിപ്പോർട്ടിംഗ് ഡേറ്റ്. അക്വിസിഷൻ മുതൽ റിപ്പോർട്ടിംഗ് ഡേറ്റ് വരെ, നമ്മൾ വാങ്ങിയത് മുതൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഇയർ എൻഡ് വരെയുള്ള കമ്പനിയുടെ പ്രോഫിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? PR വരുന്ന ബാലൻസ്. സോ ഇതായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു എന്ത്? ഈ ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീറ്റെയിൻഡ് ഏർണിങ്സ് എഴുതിയാൽ അത് ഏതിനോട് തുല്യമാണ്? കമ്പനിയുടെ എല്ലാ അസറ്റ്സും എല്ലാ ലയബിലിറ്റിയും ലിസ്റ്റ് ചെയ്യുന്നതിനോട് തുല്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, IFRS 3 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഒരു കമ്പനി ഒരു സബ്സിഡറിനെ അക്വയർ ചെയ്യുമ്പോൾ അവരുടെ എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്തിലായിരിക്കണം? ഫെയർ വാല്യൂലായിരിക്കണം മെഷർ ചെയ്യുന്നത്. സോ ഈ ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീറ്റെയിൻഡ് ഏർണിങ്സ് ഓൾറെഡി കമ്പനിയുടെ അസറ്റ് മൈനസ് ലയബിലിറ്റിയോട് ഈക്വൽ അല്ലേ? അപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളുടെ കമ്പനിക്ക് ഒരു PP ഉണ്ട്. ഈ PP അതിന്റെ ക്യാരിങ് എമൗണ്ട് എന്ന് പറയുന്നത് 20,000 ആണ്. ഈ 20,000 ക്യാരിങ് എമൗണ്ട് ഏതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും? ഈ ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീറ്റെയിൻഡ് ഏർണിങ്സ് എഴുതിയില്ലേ? അത് അസറ്റ് മൈനസ് ലയബിലിറ്റിയോട് ഈക്വൽ അല്ലേ? അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പക്ഷേ IFRS 3 പറയുന്നത് അറ്റ് അക്വിസിഷനിലെ എല്ലാ വാല്യൂസും, എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ വാല്യൂസും എന്തിലായിരിക്കണം മെഷർ ചെയ്യുന്നത്? ഫെയർ വാല്യൂലായിരിക്കണം. സോ ഇത് 20,000 ക്യാരിങ് എമൗണ്ട് കിടക്കുന്നത്. ഇത് ഓൾറെഡി ഇവർ എവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 20,000 മുഴുവൻ ചെയ്യണ്ട, അത് ഓൾറെഡി ഇതിൽ ഇൻക്ലൂഡഡ് ആ. ഇതിന് ജസ്റ്റ് ഒന്ന് ഫെയർ വാല്യൂ നമ്മൾ മെഷർ ചെയ്തപ്പോൾ ഇതിന്റെ ഫെയർ വാല്യൂ എത്രയാണ്? 23,000 ആയിട്ടുണ്ട്. എത്രയായിട്ടുണ്ട്? 23,000 ആയിട്ടുണ്ട്. ഈ ക്യാരിങ് എമൗണ്ടിനെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫെയർ വാല്യൂലോട്ടാക്കിയാൽ മതി. അപ്പൊ എന്താണ് ഇവിടുത്തെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്? ക്യാരിങ് എമൗണ്ടിനെ ഫെയർ വാല്യൂലോട്ടാക്കാൻ ഞാൻ എത്ര ആഡ് ചെയ്താൽ മതി? ക്യാരിങ് എമൗണ്ടിൽ 20,000 23,000 ആക്കാൻ ഞാൻ എത്ര ആഡ് ചെയ്താൽ മതി? ഒരു 3,000 നമ്മൾ ആഡ് ചെയ്താൽ മതി അല്ലേ? യെസ് ഓർ നോ? സോ ഇവിടെ നമ്മൾ അറ്റ് അക്വിസിഷൻ കോളത്തിൽ നെക്സ്റ്റ് എഴുതേണ്ടതാണ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്. ഈ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് FA വരുന്നത് ലാൻഡ് ആയിരിക്കും. ലാൻഡ് അല്ലാത്ത മറ്റെന്തെങ്കിലും വന്നാൽ ഒരു ലൈനും കൂടെ വരും, എക്സസ് ഡിപ്രിസിയേഷൻ.
അതൊക്കെ നിങ്ങളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പേപ്പറിൽ നോക്കിയാൽ മതി. നമ്മുടെ FAയിൽ യൂഷ്വലി ചോദിക്കാറില്ല, കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട സിറ്റുവേഷൻ. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലാൻഡ് ആയിരിക്കും വരുന്നത്. ബിസിനസ്സിന് ഒരു ലാൻഡ് ഉണ്ട്, ആ ലാൻഡിന്റെ ക്യാരിങ് എമൗണ്ട് 20,000. ബട്ട് IFRS 3 പറയുന്നത് അക്വിസിഷൻ ഡേറ്റിൽ എല്ലാം മെഷർ ചെയ്യുന്നത് ഫെയർ വാല്യൂല. ആ 20,000 ഓൾറെഡി എഴുതിയ ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീറ്റെയിൻഡ് ഏർണിംഗ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അതിനെ 23,000 ആയ അതിന്റെ ഫെയർ വാല്യൂലോട്ട് മാറ്റണമെങ്കിൽ ഒരു 3,000 നമ്മൾ ആഡ് ചെയ്യണ്ടേ. അതിനാണ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. മുഴുവൻ ഫെയർ വാല്യൂ അല്ല, ക്യാരിങ് എമൗണ്ടിന്റെ ഫെയർ വാല്യൂലോട്ട് മാറ്റാനുള്ള വെറും 3,000. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ 3,000 ലാൻഡ് അല്ലേ, അത് അറ്റ് അക്വിസിഷനിലും എഴുതണം, അറ്റ് റിപ്പോർട്ടിങ്ങിലും എഴുതണം. എന്തിനാ റിപ്പോർട്ടിങ്ങിൽ എഴുതുന്നത്? അറ്റ് അക്വിസിഷനിൽ എഴുതി റിപ്പോർട്ടിങ്ങിൽ അത് വിറ്റിട്ടുണ്ടാവില്ല, നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഇത് വിൽക്കാൻ ഇൻവെന്ററി ഒന്നല്ലല്ലോ. ഇൻവെന്ററി അല്ലേ ചറപറ എന്ന് വിൽക്കുന്നത്. റെഗുലർലി മോർ ഫ്രീക്വന്റ്ലി വിൽക്കുന്ന എന്താ? ഇൻവെന്ററി അല്ലേ. ലാൻഡ് അങ്ങനെ വിൽക്കൂ? ഇല്ല. കമ്പനി ഒരു ലാൻഡ് വാങ്ങി, അത് വിൽക്കാനായിരിക്കോ? ഇല്ല. സോ അത് അറ്റ് റിപ്പോർട്ടിങ്ങിലും ഉണ്ടായിരിക്കും, അത് റിപ്പോർട്ടിങ്ങിലും എഴുതുക. ക്ലിയർ ആണോ? അപ്പൊ അവിടെ PR ബാലൻസ് വരില്ല. കാരണം നമ്മൾ അറ്റ് അക്വിസിഷനിൽ 3,000 എഴുതും, അറ്റ് റിപ്പോർട്ടിങ്ങിൽ 3,000 എഴുതും. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്. ഇനി ശ്രദ്ധിക്കൂ, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതായിരുന്നു, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലാസ്റ്റ് വീഡിയോ ഒന്നും കൂടെ നോക്കുക. ഓക്കെ, അത് നോക്കിയാലേ ഇത് മനസ്സിലാവുള്ളൂ. സോ അറ്റ് അക്വിസിഷൻ കോളം എഴുതുക, അറ്റ് റിപ്പോർട്ടിംഗ് കോളം എഴുതുക, PR എഴുതുക. എന്തിനാണ് അറ്റ് അക്വിസിഷൻ കോളം? നിങ്ങൾ നോക്കൂ, എന്തിനാണ് അറ്റ് അക്വിസിഷൻ കോളം? നമ്മൾ കൺസോളിഡേറ്റഡ് SOFPയിൽ നോൺ കറന്റ് അസറ്റിൽ കാണിക്കാനാണോ? ഇക്വിറ്റിയിൽ കാണിക്കാനാണോ? ലയബിലിറ്റിയിൽ കാണിക്കാനാണോ? അല്ല. ഈ വർക്കിംഗ് നോട്ട് 2 നമ്മൾ എവിടെയും കാണിക്കില്ല. പിന്നെ എന്തിനാണിത്? നമുക്ക് വർക്കിംഗ് നോട്ട് 3ഉം 4ഉം 5ഉം കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ വർക്കിംഗ് നോട്ട് 2 അറ്റ് അക്വിസിഷൻ നമുക്ക് എന്തിനു വേണം? ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷനിലോട്ട് വേണ്ട ഫിഗർ ആണിത്. കാരണം ഞാനിവിടെ ഗുഡ്വില്ലിന്റെ ഫോർമാറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ എഴുതിയതാണ് നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡറി അറ്റ് അക്വിസിഷൻ. ഇതാണ് എന്ത്? വർക്കിംഗ് നോട്ട് 2 ഫസ്റ്റ് കോളം. ഇതല്ലേ ഇപ്പൊ നമ്മൾ ഫെയർ വാല്യൂലോട്ട് മാറ്റിയത്. അപ്പോൾ ഫസ്റ്റ് കോളം എന്തിനാവശ്യമുള്ളതാണ്? ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമുള്ളതാണ്. ഇനി തേർഡ് കോളം PR, ഇതെന്തിനാവശ്യമുള്ളത്? PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സബ്സിഡറിനെ നമ്മൾ വാങ്ങിയത് അക്വിസിഷൻ ഡേറ്റ്, ബട്ട് ഇയർ എൻഡ് വേറെ ഡേറ്റ്. അപ്പൊ വാങ്ങിയത് മുതൽ ഇയർ എൻഡ് വരെ ആ സബ്സിഡറി എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു, അതല്ലേ PR റീറ്റെയിൻഡ് ഏർണിംഗ്സിന്റെ ബാലൻസ്, പ്രോഫിറ്റ് അപ് ടു റിപ്പോർട്ടിംഗ് ഡേറ്റ്. ഇത് പക്ഷേ ഈ പ്രോഫിറ്റ് സബ്സിഡറിയുടെ PR എന്ന് പറയുന്നത് സബ്സിഡറിയുടെ പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റ് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണോ? അല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ലേ, ഒരു കമ്പനിയിൽ നമുക്ക് 80% ആണ്, പാരന്റിന് 80% ആണെങ്കിൽ അവിടെ NCI നമുക്ക് അവകാശമില്ലാത്ത പോർഷൻ എത്രയായിരിക്കും? 20% ആയിരിക്കും. അപ്പൊ ലാഭത്തിന്റെ 80% നമുക്കുള്ളൂ, 20% അവിടെ മറ്റ് ഷെയർ ഹോൾഡേഴ്സിനാണ്. കാരണം നമ്മൾ ആ കമ്പനിയുടെ 80% അല്ലേ വാങ്ങിച്ചിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ അങ്ങനെയാണെങ്കിൽ ഈ PR പോസ്റ്റ് അക്വിസിഷൻ റിസർവിനെ പാരന്റിന്റെ വർക്കിംഗ് നോട്ടായ വർക്കിംഗ് നോട്ട് 5 ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിംഗ്സിലോട്ടും NCയുടെ വർക്കിംഗ് നോട്ടായ വർക്കിംഗ് നോട്ട് 4ലോട്ടും എന്ത് ചെയ്യണം? നമ്മൾ അതിനെ അലോക്കേറ്റ് ചെയ്യണം. നമ്മൾ പാരന്റ് ആണ്, 80% നമുക്ക്, 20% NCIക്ക് നമുക്ക് അവകാശമില്ലാത്ത ഷെയർ ഹോൾഡേഴ്സിന് ഇങ്ങനെ അലോക്കേറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി വർക്കിംഗ് നോട്ട് 4ഉം 5ഉം പറഞ്ഞിട്ടുണ്ട്. സോ ഇതായിരുന്നു നമ്മളുടെ വർക്കിംഗ് നോട്ട് 2 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് തമാശക്കാണെങ്കിലും ചോദിക്കരുത്, പിന്നെ എന്തിനാണ് ഈ അറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്? അതൊരു ഭംഗിക്കാണെന്ന് കൂട്ടിക്കോളി. അല്ല, ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. അറ്റ് റിപ്പോർട്ടിംഗ് കോളം കണ്ടാലേ നമുക്ക് PR കാണാൻ പറ്റുള്ളൂ. എന്താ ഞാൻ PR എന്ന് പറയുന്നത്? സെക്കൻഡ് മൈനസ് ഫസ്റ്റ്. സെക്കൻഡിന് മൈനസ് ഫസ്റ്റ് ചെയ്താലല്ലേ PR കിട്ടുന്നത്. അപ്പൊ സെക്കൻഡ് ഉണ്ടെങ്കിലേ നമുക്ക് PR കിട്ടുള്ളൂ. അപ്പൊ സെക്കൻഡ് കോളത്തിന്റെ പർപ്പസ് ജസ്റ്റ് PR കാണാൻ എന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് ഫസ്റ്റ് കോളം. എന്തിന്? ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്തിന്? ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതല്ല, PR കോളം എന്തിനാ വേണ്ടത്? അത് നമുക്ക് 4ലോട്ടും 5ലോട്ടും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഇതായിരുന്നു നമ്മളുടെ വർക്കിംഗ് നോട്ട് വരുന്നത്. നമുക്ക് വേഗം ഈ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്, നമ്മൾ 2 ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് വരും എന്ന് പറഞ്ഞു. ഒന്ന് വർക്കിംഗ് നോട്ട് 2ല് അറ്റ് അക്വിസിഷൻ, അത് അറ്റ് അക്വിസിഷനിൽ മാത്രമല്ല നമ്മൾ എഴുതിയത്, അത് വിൽക്കാത്തത് കാരണം അറ്റ് റിപ്പോർട്ടിങ്ങിൽ എഴുതി. ബട്ട് എഫക്റ്റീവ്ലി IFRS 3 പറയുന്ന അറ്റ് അക്വിസിഷനിലെ എല്ലാ ഫിഗറും എന്തിലായിരിക്കണം? ഫെയർ വാല്യൂലായിരിക്കണം. അതുപോലെ നമ്മൾ വരുന്നത് എവിടെയായിരുന്നു? നമ്മളുടെ വർക്കിംഗ് നോട്ട് 3 ഗുഡ്വില്ല് ഫസ്റ്റ് ലൈൻ ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡ്. നമ്മൾ സബ്സിഡറിയുടെ ഷെയർ വാങ്ങിക്കാൻ കൊടുക്കുന്ന കാശ് എല്ലാം എന്തിലായിരിക്കണം? ഫെയർ വാല്യൂലായിരിക്കണം. ഈ ഒരു കാര്യം കൂടെ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വർക്കിംഗ് നോട്ട് 2ന്റെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു. അതിന്റെ വേഗം ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വർക്കിംഗ് നോട്ട് 3ലെ അഡ്ജസ്റ്റ്മെന്റും പോവാം. ക്ലിയർ ആണ്?
നമ്മൾ ഓരോ വീഡിയോസും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം, മാക്സിമം 45 to 50 minutes ഒക്കെ മാക്സിമം വരുന്നുള്ളൂ. യൂഷ്വലി നമ്മളുടെ ആവറേജ് വീഡിയോ ലെങ്ത് എന്ന് പറയുന്നത് 30 minutes 20 minutes ഒക്കെയാണ്. പക്ഷേ കൺസോൾട്ടേഷനിൽ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് കണ്ടന്റ് നിങ്ങൾക്ക് പറയുന്നത്. ക്ലിയർ ആണോ? സോ നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും ഡെപ്തിൽ പറയുന്നത് നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് വേഗം ഒരു ഇല്ലുസ്ട്രേഷനിലോട്ട് പോയേക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് നോൺ കറന്റ് അസെറ്റ് ദാറ്റ് വിൽ അപ്പിയർ ഇൻ ദി കൺസോൾട്ടേറ്റഡ് SOFP എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണോ? സോ കൺസോൾട്ടേറ്റഡ് SOFPയിൽ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ നമ്മൾ ഈ നെറ്റ് അസെറ്റ്സ് ഓഫ് സബ്സിഡറിയുടെ കാര്യം പറഞ്ഞില്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ ഞാൻ ഓൾറെഡി വരച്ചതാണ് കേട്ടോ, അത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീറ്റെയിൻഡ് ഏർണിങ്സ്. ഷെയർ ക്യാപിറ്റലിൽ ചേഞ്ച് വരില്ല, ഷെയർ പ്രീമിയത്തിൽ ചേഞ്ച് വരില്ല, റീറ്റെയിൻഡ് ഏർണിങ്സിൽ ചേഞ്ച് വരും. ഇതിന് പുറമെ പറഞ്ഞതാണ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്. ഫസ്റ്റ് കോളത്തിലും സെക്കൻഡ് കോളത്തിൽ എഴുതണം, തേർഡ് കോളത്തിൽ എഴുതണ്ട, ലാൻഡ് ആയിരിക്കും വരുന്നത്. ഇതെന്തും ചെയ്യണം നമ്മൾ, ഇവിടെ മാത്രം റെക്കോർഡ് ചെയ്താൽ പോരാ, മറ്റൊരു സ്ഥലത്തും കൂടി ഇത് അക്കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കൺസോളിഡേറ്റഡ് SOFP പ്രിപ്പയർ ചെയ്യില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസോളിഡേറ്റഡ് SOFP പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു PP എടുക്കുക, നമ്മൾ എങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുക? പാരൻറ്റിൻ്റെയും മുഴുവൻ എടുക്കും, സബ്സിഡറിയുടെയും മുഴുവൻ എടുക്കും. നമ്മൾ 80% സബ്സിഡറിയുടെ വാങ്ങിയത്, പക്ഷേ അസറ്റ് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ മുഴുവൻ എടുക്കണം, 100% എടുക്കണം. അല്ലാതെ 80% എടുക്കേണ്ടതെന്നാണോ? അല്ല, നമ്മൾ മുഴുവൻ എടുക്കും. 100% സബ്സിഡറിയുടെ അസറ്റ് എടുക്കും, 100% ലയബിലിറ്റി എടുക്കും. എന്നിട്ട് NCI എന്ന് പറഞ്ഞ് ഇക്വിറ്റിയിൽ കാണിക്കും. അതെന്തിനാ? ആ 100% അസറ്റ്, 100% ലയബിലിറ്റി, അതിൽ 20% അസറ്റ് നമ്മളുടെ അല്ല, 20% ലയബിലിറ്റി നമ്മളുടേതല്ല. 20% അസറ്റ് മൈനസ് 20% ലയബിലിറ്റി, 20% ഇക്വിറ്റി, 20% എന്ത്? NCI. അതുകൊണ്ടാണ് ഇക്വിറ്റിയുടെ താഴെ എന്ത് കാണിക്കുന്നത്? NCI കാണിക്കുന്നത്. മനസ്സിലായോ? സോ നമ്മൾ മുഴുവൻ എടുക്കും, പാരന്റിന്റെയും സബ്സിഡറിയുടെയും മുഴുവൻ എടുക്കും. പ്ലസ് എന്തും കൂടെ വേണം, ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടെ ഉണ്ട്, ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്. നമ്മളുടെ ഏത് ഫിഗർ? ഈ വർക്കിംഗ് നോട്ട് 2 ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് അറ്റ് റിപ്പോർട്ടിംഗ്. SOFP പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണ്? അറ്റ് റിപ്പോർട്ടിംഗ്. അതിലെഴുതിയ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് രണ്ടും സെയിം ആയിരിക്കും, എന്നാലും മോർ റീസണബിളി നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു ഫിഗർ. ഇതെവിടെ എഴുതണം? ഇവിടെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് എഴുതണം. വർക്കിംഗ് നോട്ട് 2 സെക്കൻഡ് കോളത്തിലെ ഫിഗർ. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ വർക്കിംഗ് നോട്ട് 2 ഫസ്റ്റ് കോളത്തിലും സെക്കൻഡ് കോളത്തിലും ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് എഴുതിയാൽ പോരാ. കൺസോളിഡേറ്റഡ് SOFP പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് എവിടേക്ക് മാറ്റി എഴുതണം? നമ്മളുടെ സബ്സിഡറിയുടെ അല്ലേ, ഈ സബ്സിഡറിയുടെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ആണിത്. സബ്സിഡറിയുടെ PPയുടെ ക്യാരിങ് എമൗണ്ടിന്റെ ഫെയർ വാല്യൂലോട്ട് മാറ്റാണ്. അതുകൊണ്ട് അത് ഇവിടെയും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഈ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, വേഗം ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ നമ്മളോട് ചോദ്യം വരുന്നത് കൺസോളിഡേറ്റഡ് SOFPയിൽ 30 September 19 നോൺ കറന്റ് അസറ്റിന്റെ എമൗണ്ട് എത്രയെന്നുള്ളതാണ്. സോ നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത് 30 September 19 ആണ് ഇയർ എൻഡ് എങ്കിൽ, സെപ്റ്റംബർ കഴിഞ്ഞാൽ ഏതാ മാസം? 1 October 18. ഇതാണ് നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ. കറക്റ്റ് അല്ലേ? ഈ ഫിനാൻഷ്യൽ ഇയറിലെ SOFPയിൽ റെക്കോർഡ് ചെയ്യേണ്ട, ദാറ്റ് മീൻസ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കൺസോളിഡേറ്റഡ് SOFPയിൽ റെക്കോർഡ് ചെയ്യേണ്ട, നോൺ കറന്റ് അസറ്റിന്റെ താഴെ റെക്കോർഡ് ചെയ്യേണ്ട. നോൺ കറന്റ് അസറ്റ്സ് എത്രയാണ്? ഓക്കെ, നോൺ കറന്റ് അസറ്റ്സ് എത്രയെന്നാണ് ഇവിടെ PP ആണ് തന്നിട്ടുള്ളൂ. നോൺ കറന്റ് അസറ്റ്സിൽ PP എത്രയെന്നാണ് ചോദ്യം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ PP എങ്ങനെ കണ്ടെത്താം? പാരന്റ് പ്ലസ് സബ്സിഡറി പ്ലസ് ഒരെണ്ണം കൂടെ ഉണ്ട്, എന്തായിരുന്നു? ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്. ക്ലിയർ ആണോ? സോ ഇവിടെ പാരന്റിന്റെ തന്നിട്ടുണ്ട് പ്രോപ്പർട്ടി. ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. സ്ട്രെസ് അക്യൂർഡ് 100% ഓഫ് ദി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ഫുൾ. അപ്പൊ സ്ട്രെസ് പാരന്റ്, ഫുള്ള് സബ്സിഡറി എന്ന് 1 October 17. ദാറ്റ് മീൻസ് നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 1 year ബിഫോർ അല്ലേ? എസ് ഓർ നോ? 1 വർഷം മുൻപ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ്.
വെൻ ഫുൾസ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് സ്റ്റുഡ് അറ്റ് 300,000, അന്നേരം അവരുടെ റീറ്റെയിൻഡ് ഏർണിംഗ്സ് എത്രയായിരുന്നു? 300,000 ആയിരുന്നു. ആരുടെ? ഫുൾ മീൻസ് സബ്സിഡറി. ഫുൾസ് SOFP ആണ് തന്നിരിക്കുന്നത്. ഫുൾ ആരാണ്? സബ്സിഡറി ആണ്. അപ്പൊ സബ്സിഡറിയുടെ PP തന്നിട്ടുണ്ട്. എത്രയാണ് സബ്സിഡറിയുടെ PP? 1800 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ആണ്. ഇവിടെ 30 കട്ട് ചെയ്തിട്ടാണ്, ഇവിടെയും 30 കട്ട് ചെയ്തിട്ടാണ്. ഓക്കെ, സോ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് 1800 അല്ല, 1.8 മില്യൺ ആണ്. ഇവിടെ 30 കട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയും 30 കട്ട് ചെയ്തിട്ടുണ്ട്. സോ സബ്സിഡറിയുടെ സ്റ്റേറ്റ്മെന്റ്, ഫുള്ളിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതാം. ഫുൾ ആരാ? പാരന്റിന്റെ എത്ര വരുന്നത്? 1800. നമ്മൾ 3 0 കട്ട് ചെയ്തിട്ടാണ് എഴുതുന്നത് PP അല്ലേ. ഇനി പാരന്റിന്റെ വേണം. എങ്ങനെ പാരന്റിന്റെ നമുക്ക് കിട്ടുന്നത്? On 1st October 17, fair value of land included within full non-current asset was 400,000. Landന്റെ fair value was 400,000 greater than carrying amount. നമ്മളുടെ ഫുൾ എന്ന് പറയുന്ന സബ്സിഡറിക്ക് ഒരു ലാൻഡ് ഉണ്ട്. ആ ലാൻഡിന്റെ ഫെയർ വാല്യൂ 1st October 17 അക്വിസിഷൻ ഡേറ്റിൽ അതിന്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 400,000 എന്നല്ല, 400,000 ഏതിനേക്കാളും ഗ്രേറ്റർ ആണ്? ക്യാരിയിങ് എമൗണ്ടിനേക്കാളും ഗ്രേറ്റർ എന്നാണ് പറയുന്നത്. സോ സ്ട്രെസ് ഹാഡ് നോൺ കറന്റ് അസറ്റ്. സ്ട്രെസ് ആരാ? പാരന്റിന് SOFP പ്രിപ്പയർ ചെയ്യുന്നത് ഇയർ എൻഡിലാ. ഏതാ നമ്മളുടെ ഇയർ എൻഡ്? 30 September 2019 ആണ്. ക്ലിയർ അല്ലേ? അവിടെ പാരന്റിന്റെ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 2.2 മില്യൺ. 2.2 മില്യൺ എന്ന് പറയുമ്പോൾ 2,200,000 ആണ്. എത്രയാണ്? 2,200,000. ഇതൊന്ന് ഞാൻ 30 കട്ട് ചെയ്തിട്ടല്ലേ എല്ലാം എഴുതുന്നത്. അപ്പൊ ഇവിടെ എത്ര എഴുതിയാൽ മതി? 2,200 എഴുതിയാൽ മതി. ഇപ്പൊ പാരന്റിനെ കിട്ടി, സബ്സിഡറിയുടെയും കിട്ടി. എന്ത് കിട്ടണം? ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്. നമ്മളുടെ കൺസോളിഡേറ്റഡ് SOFP ബാലൻസ് ആണ്. നമ്മളിത് വർക്കിംഗ് നോട്ട് 2 എഴുതണം കേട്ടോ. അപ്പോൾ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? നമ്മൾ വർക്കിംഗ് നോട്ട് 2 നെറ്റ് അസറ്റ്സ് ഓഫ്, ശ്രദ്ധിക്കാം, വർക്കിംഗ് നോട്ട് 2 നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡറിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. എത്ര കോളം ഉണ്ടായിരുന്നു? അറ്റ് അക്വിസിഷൻ, അറ്റ് റിപ്പോർട്ടിംഗ്, പോസ്റ്റ് അക്വിസിഷൻ റിസർവ്, ഷെയർ ക്യാപിറ്റൽ എഴുതും അല്ലേ. നമുക്കിവിടെ ആവശ്യമില്ല, ഞാൻ വേണമെങ്കിൽ ഭംഗിക്ക് എഴുതാം. എത്രയാണ്? 1600 എഴുതാം. അത് അറ്റ് റിപ്പോർട്ടിങ്ങിലല്ലേ, സെയിം ആയിരിക്കും. നമുക്കിവിടെ ആവശ്യമില്ല കേട്ടോ. ഇനി റീറ്റെയിൻഡ് ഏർണിങ്സ് വേണോ? എഴുതാം. സബ്സിഡറിയുടെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എപ്പോഴും റിപ്പോർട്ടിംഗ് ഡേറ്റ് ഇയർ എൻഡിലെ ആയിരിക്കും. എത്ര റീറ്റെയിൻഡ് ഏർണിങ്സ്? 500. അപ്പോൾ അറ്റ് റിപ്പോർട്ടിങ്ങിലെ സ്റ്റേറ്റ്മെന്റിലെ ഫിഗർ അറ്റ് റിപ്പോർട്ടിങ്ങിൽ എഴുതുക. അക്വിസിഷൻ വാങ്ങുന്ന സമയത്ത് ഫുള്ളിന്റെ റീറ്റെയിൻഡ് ഏർണിങ്സ് 300,000. ദാറ്റ് മീൻസ് 300 കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടില്ലേ. ഷെയർ പ്രീമിയം ഇല്ല. അപ്പൊ ഇവിടെ എത്ര ബാലൻസ് വന്നു? PR 500 മൈനസ് 300, സെക്കൻഡ് കോളം മൈനസ് ഫസ്റ്റ് കോളം 200. പക്ഷെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഭംഗിക്ക് എഴുതിയതാണ്. ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്. ലാൻഡിന്റെ നേരെ ശ്രദ്ധിക്കുക. ഫെയർ വാല്യൂ എന്ന് പറയുന്നത് അവരുടെ ക്യാരിങ് എമൗണ്ടിനേക്കാളും ഗ്രേറ്റർ ആണ്. ക്യാരിങ് എമൗണ്ട് എത്രയാണോ അതിനേക്കാളും അധികമാണ്. എത്ര അധികമാണ്? 400,000. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാരിങ് എമൗണ്ട് 600,000 ആണെങ്കിൽ അതിനേക്കാളും 400,000 എന്ന് പറയുമ്പോൾ 1 മില്യൺ ആയിരിക്കും. 4 ലക്ഷം 400,000 അധികം ഫെയർ വാല്യൂ. അപ്പൊ ആ ഡിഫറൻസ്, ക്യാരിങ് എമൗണ്ട് ഫെയർ വാല്യൂ തമ്മിലെ ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത് 400,000. അത് തന്നെയല്ലേ നമ്മളുടെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 400 ഫസ്റ്റ് കോളത്തിലും സെക്കൻഡ് കോളത്തിലും എഴുതുക. ഇതാണ് വർക്കിംഗ് നോട്ട് 2 വരുന്ന ഇമ്പാക്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, വർക്കിംഗ് നോട്ട് 2 നമ്മൾ റിപ്പോർട്ടിംഗ് കോളത്തിൽ എന്ത് എഴുതിയോ ഇത് എവിടെയും എഴുതണം. നമ്മളുടെ കൺസോളിഡേറ്റഡ് SOFP PP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ 400 ഇവിടെയും കൂടെ എഴുതണം. ഇപ്പൊ ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയായി? 2,200 പ്ലസ് 1,800 4,000 പ്ലസ് എന്തും കൂടെ വരും? 400 കൂടെ വരും. അപ്പൊ നമ്മളുടെ ആൻസർ വരുന്നത് എത്രയാണ്? ടോട്ടൽ ചെയ്യുമ്പോൾ 4,400. സോ ടോട്ടൽ വരുന്നത് എത്രയാണ്? 4,400. ക്ലിയർ ആണോ? സോ ഇവിടെയും എഴുതണം, ഇവിടെയും എഴുതണം. അതുപോലെ PP എഴുതുന്ന സമയത്ത് പാരന്റ് പ്ലസ് സബ്സിഡറിയുടെ കൂടെ ഇവിടെയും എഴുതണം. ക്ലിയർ ആണോ? സോ ഇതായിരുന്നു ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റിൽ വരുന്നത്. ഇത് നിങ്ങളുടെ സബ്സിക്വന്റ് പേപ്പേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ ആയി പറയുന്നത്.
ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഗുഡ്വിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് കാണണം? ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡ്. ഇവിടെയാണ് നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡ് എങ്ങനെ കാണാം എന്നുള്ളതാണ്. നേരെ ശ്രദ്ധിക്കുക, ഞാൻ ഇതിൻ്റെ താഴെയാണ് എഴുതുന്നത്. നോക്കാം, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ വർക്കിംഗ് നോട്ട് 3 ഗുഡ്വിൽ കാൽക്കുലേഷൻ്റെ ഫോർമാറ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണ് വരുന്നതാണ് ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡ്. എന്തായിരുന്നു ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡ്? ഇത് ക്യാഷ് വരാം, അതുപോലെ ഷെയറും വരാം. ക്ലിയർ ആണോ? ഇതിൽ ഷെയർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്യാഷ് എത്രയെന്നുള്ളത് നമുക്ക് വേറെ ഫെയർ വാല്യൂ കാണേണ്ടത് ആവശ്യമുണ്ടോ? ക്യാഷ് എത്രയെന്നുള്ളത് ക്വസ്റ്റ്യനിലാണ് തരും. പക്ഷെ ഷെയറിന്റെ ഫെയർ വാല്യൂ കാണൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതെങ്ങനെ കാണാം എന്നുള്ളത് നോക്കാം. സോ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നതിൻ്റെ കൂടെ ഫെയർ വാല്യൂ ഓഫ് NCI അറ്റ് അക്വിസിഷൻ കാണണം. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു സബ് ടോട്ടലും കൂടെ ചെയ്യുക. ഇതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡറി. ഏത് ഡേറ്റിലെ അറ്റ് അക്വിസിഷൻ എവിടുന്ന് കിട്ടും? നമ്മളിപ്പോൾ ചെയ്ത വർക്കിംഗ് നോട്ട് 2 ഫസ്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ ഞാൻ അവിടെ പറഞ്ഞിരുന്നു, അത് ഗുഡ്വില്ലിനാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മളുടെ ഗുഡ്വിൽ അറ്റ് അക്വിസിഷൻ. സോ ഇവിടെ നമുക്ക് എന്ത് പഠിക്കണം? ഈ ഷെയർ കൺസിഡറേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ ഷെയർ കൺസിഡറേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, എങ്ങനെ ഷെയർ കൺസിഡറേഷൻ കാണാം. നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത ഒരു ഇക്വേഷൻ ഞാൻ തരാം. ക്ലിയർ ആണ്? ഇത് ചെയ്താൽ ഏതൊരു ക്വസ്റ്റ്യനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വെരി സിമ്പിൾ ഇക്വേഷൻ. 3 എലമെൻറ്റുകൾ വരുന്ന ഒരു ഇക്വേഷനാണ്. നിങ്ങൾ നേരെ ശ്രദ്ധിക്കണം. നമുക്ക് ഏതാണ് കാണേണ്ടത്? ഷെയർ കൺസിഡറേഷൻ ആണ് കാണേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ എങ്ങനെ ഷെയർ കൺസിഡറേഷൻ കാണാം എന്നുള്ളത് നോക്കാം. സോ ഫെയർ വാല്യൂ ഓഫ് ഷെയർ കൺസിഡറേഷൻ ഈക്വൽ ടു, നേരെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് എഴുതേണ്ടത് നമ്പർ ഓഫ് ഷെയർസ് അക്വേർഡ്. നമ്മൾ സബ്സിഡിയറിയുടെ എത്ര ഷെയർ വാങ്ങി എന്ന് കണ്ടെത്തണം. ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു റേഷ്യോ ഓഫ് ഇഷ്യൂ ബൈ അക്വിസിഷൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇൻറ്റു ഇത് കഴിഞ്ഞിട്ട് മൂന്നാമതൊരെണ്ണം കൂടെ വരണം. ഇവിടെ എഴുതാൻ സ്ഥലമല്ല, ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് താഴത്തേക്ക് നേരെ എഴുതാം. നേരെ ശ്രദ്ധിക്കുക, ഇവിടെ എഴുതാം ഫെയർ വാല്യൂ ഓഫ് ഷെയർ കൺസിഡറേഷൻ ഈക്വൽ ടു എന്തായിരുന്നു? ഫസ്റ്റ് എഴുതണം നമ്പർ ഓഫ് ഷെയർസ് അക്യൂർഡ്, ആദ്യം എഴുതേണ്ട എലമെന്റ്, ഇൻറ്റു റേഷ്യോ ഓഫ് ഇഷ്യൂ ബൈ അക്വിസിഷൻ ഇൻറ്റു ഫെയർ വാല്യൂ ഓഫ് പാരൻസ് ഷെയർ. പാരൻറ്റിൻ്റെ ഷെയറിൻ്റെ ഫെയർ വാല്യൂ കാണണം. ഇങ്ങനെ 3 എലമെൻറ്റുകളായിരുന്നു. ഏതൊക്കെ? ഫസ്റ്റ് നമ്പർ ഓഫ് ഷെയർസ് അക്യൂർഡ് കാണണം, ദെൻ റേഷ്യോ ഓഫ് ഇഷ്യൂ ബൈ അക്വിസിഷൻ കാണണം, ദെൻ ഫെയർ വാല്യൂ ഓഫ് പാരൻസ് ഷെയർ കാണണം. ഇതെങ്ങനെ കാണാമെന്ന് നോക്കിയാലോ. നമ്പർ ഓഫ് ഷെയർസ് അക്യൂർഡ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്സിഡറിയുടെ എത്ര ഷെയർ വാങ്ങി എന്ന് കാണണം. എങ്ങനെ നമ്മൾ സബ്സിഡറിയുടെ ഷെയർ എത്ര വാങ്ങി എന്ന് അറിയാൻ പറ്റുക? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും നമ്പർ ഓഫ് ഷെയർസ്. ഈ നമ്പർ ഓഫ് ഷെയർസ് കാണാൻ സിമ്പിളാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഹു അക്യൂർഡ് എ 75%? അപ്പോൾ തന്നെ കിട്ടി 75% വാങ്ങി. ഇപ്പം നമ്പർ ഓഫ് ഷെയർസ് അക്യൂർഡ് എന്ന് പറയുമ്പോൾ 75% എന്ന് പറയുമ്പോൾ എത്ര ഷെയർസ് ഉണ്ട് എന്ന് പറയണം. സബ്സിഡറിയുടെ ഷെയറിന്റെ 75% വാങ്ങി നമ്മൾ. അപ്പൊ എത്രയാണ് ഈ 75%? ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ദ കൺസിഡറേഷൻ കൺസിസ്റ്റഡ് ഓഫ് $1.8 പെർ ഷെയർ. നമ്മൾ പറഞ്ഞല്ലോ ക്യാഷ് കൺസിഡറേഷൻ ഉണ്ട്, അത് ഡയറക്ട്ലി തരും. അവർ തന്നിട്ടുണ്ട് ക്യാഷ് കൺസിഡറേഷൻ എത്രയാണ്? 1.8.
പ്ലസ് ഹൂ അഗ്രീഡ് ടു ഇഷ്യൂ 2 ഷെയർസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ എവരി 3. അതാണ് ഈ റേഷ്യോ ഓഫ് ഇഷ്യൂ ബൈ അക്വിസിഷൻ. എന്താണ്, നമ്മൾ എത്ര ഇഷ്യൂ ചെയ്യുന്നുണ്ട്? ഇഷ്യൂ 2. അപ്പോൾ ഇവിടെ 2 എഴുതേണ്ടി വരും. ബൈ അക്വിസിഷൻ ദാറ്റ് മീൻസ് 3 അക്വയർ ചെയ്യണം. 3 എണ്ണം നമ്മൾ, അവരിങ്ങോട്ട് 3 ഷെയർ തരുമ്പോൾ നമ്മൾ അങ്ങോട്ട് അവർക്ക് കൺസിഡറേഷൻ ആയിട്ട് 2 ഷെയർ കൊടുക്കും. സാധാരണ സബ്സിഡറി കമ്പനി അവരുടെ ഷെയർ നമുക്ക് വിൽക്കുമ്പോൾ നമ്മൾ അവർക്ക് ക്യാഷ് അല്ലേ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ക്യാഷും കൊടുക്കുന്നത് ഷെയറുണ്ട്. അപ്പോൾ അവർ 3 ഷെയർ നമുക്ക് തന്നാൽ നമ്മൾ നമ്മളുടെ കമ്പനിയുടെ 2 ഷെയർ അവർക്ക് പേയ്മെന്റ് ആയിട്ട് കൊടുക്കും. At the date of acquisition, Spade had 2 million equity shares of $1 nominal value. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പല സ്റ്റുഡൻസിനും അറിയില്ല എങ്ങനെ നമ്പർ ഓഫ് ഷെയർസ് കാണാം എന്നുള്ളത്. ക്ലിയർ ആണ്? ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, ബട്ട് എക്സാമിന് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു ഇക്വേഷൻ അങ്ങ് തരാം. നമ്പർ ഓഫ് ഷെയർസ് കാണാനുള്ളതാണ്. നിങ്ങൾ നേരെ സ്റ്റേറ്റ്മെൻറ്റ് പോകുക, ഷെയർ ക്യാപിറ്റൽ എടുക്കുക, ഡിവൈഡഡ് ബൈ നോമിനൽ വാല്യൂ. ഇവിടെ ഓൾറെഡി നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നോക്കി നോക്കൂ, സ്പെയ്ഡ് അല്ലേ സബ്സിഡറി, നമ്മൾ ഹൂ 75% സ്പെയ്ഡിൻ്റെ വാങ്ങി. അപ്പോൾ സ്പെയ്ഡ് സബ്സിഡറി 2 million ഷെയർസ് ഉണ്ട്. 2 million ഇക്വിറ്റി ഷെയർസ്. 2 million ഇവിടെ ഡോളർ ഇല്ല. ഡോളർ 2 million ആണെങ്കിൽ അത് ഷെയർ ക്യാപിറ്റൽ ആയിരുന്നു. ഇവിടെ ജസ്റ്റ് 2 million എന്നാണ്, അതിനർത്ഥം അത് നമ്പറാണ്. ഇക്വിറ്റി ഷെയർസ് ഓഫ് $1 നോമിനൽ വാല്യൂ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ നോമിനൽ വാല്യൂ $1 ആണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഷെയർ തന്നിട്ടുണ്ട്, നോമിനൽ വാല്യൂ. നമുക്ക് എന്തേ വേണ്ടുള്ളൂ? നമ്പർ ഓഫ് ഷെയറേ വേണ്ടുള്ളൂ. ഇനി അത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിലെ സബ്സിഡറിയുടെ സ്റ്റേറ്റ്മെൻറ്റിലെ ഷെയർ ക്യാപിറ്റൽ അങ്ങ് എടുക്കുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? നോമിനൽ വാല്യൂ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഷെയർസ് അക്യൂർഡ് കാണാൻ 75% വാങ്ങിയത്. ഏതിൻ്റെ 75%? സബ്സിഡറിക്ക് എത്ര ഷെയർ ഉണ്ടായിരുന്നു? 2 million. സ്പെയ്ഡ് എന്ന സബ്സിഡറിക്ക് 2 million ഷെയർ ഉണ്ട്, അതിൻ്റെ 75%. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ കണ്ടെത്തി, നമ്പർ ഓഫ് ഷെയർസ് അക്യൂർഡ് കണ്ടെത്തി. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് റേഷ്യോ ഓഫ് ഇഷ്യൂ ബൈ അക്വിസിഷൻ. ഇനിയാണ് ഷെയർ കൊടുക്കുന്നത് എത്ര. നമ്മൾ പറഞ്ഞില്ലേ എത്രയാണ്? ക്യാഷ് കൊടുത്തു 1.8 per ഷെയർ. അപ്പോൾ നിങ്ങൾ പറയും എത്രയാണ് ഷെയറിൻ്റെ വരുന്നത് കാൽക്കുലേഷൻ? എത്ര ഷെയർ വാങ്ങി? 2 millionൻ്റെ 75%. 2 million മീൻസ് 2 + 6 0. അതിൻ്റെ 75%, ദാറ്റ് മീൻസ് 1.5 million. 2 million 20 ലക്ഷം ഷെയർ ഉണ്ട്, അതിൻ്റെ 75% 15 ലക്ഷം സബ്സിഡറിയുടെ ഷെയർ നമ്മൾ വാങ്ങി. ഒരു ഷെയറിന് എത്ര കൊടുത്തു എന്ന് പറയുന്നത് 1.8. ദാറ്റ് മീൻസ് ക്യാഷ് കൺസിഡറേഷൻ ഒന്ന് ഞാൻ ജസ്റ്റ് കണ്ടുതരാം. ക്യാഷ് കൺസിഡറേഷൻ ഈക്വൽ ടു, നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വേണ്ടതാണ് ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡ്. അതിൽ ക്യാഷ് ഉണ്ട്, ഷെയർ ഉണ്ട്. ഞാൻ കാണുന്നത് ക്യാഷ് ആണ്. 2 millionൻ്റെ 75% വാങ്ങി. മൊത്തം 2 million ഷെയർസ് ഉണ്ട്, അതിൻ്റെ 75% നമ്മൾ വാങ്ങി. ഒരു ഷെയറിന് 1.8. 2 millionൻ്റെ 75% എന്ന് പറയുമ്പോൾ 1.5 million ഷെയർസ് നമ്മൾ വാങ്ങി. ഒരു ഷെയറിന് നമ്മൾ $1.8 ക്യാഷ് കൊടുത്തു. സോ 1.5 million ഇൻറ്റു 1.8 എത്രയാണ്? 2.7 million. സോ ക്യാഷ് കൺസിഡറേഷൻ കിട്ടി. എത്രയാണ്? 2.7 million. അപ്പോൾ ധൈര്യമായിട്ട് ഇവിടെ എഴുതാം എത്രയാണ് ക്യാഷ് കൺസിഡറേഷൻ? 2.7 million. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ഫെയർ വാല്യൂ ഓഫ് ഷെയർ കൺസിഡറേഷൻ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടതായിരുന്നു നമ്പർ ഓഫ് ഷെയർസ് അക്യൂർഡ്. അത് കണ്ടു. 2 millionൻ്റെ 75% വാങ്ങി. 2 million സബ്സിഡറിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ അതെങ്ങനെ കാണാം? ഷെയർ ക്യാപിറ്റൽ ബൈ നോമിനൽ വാല്യൂ. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 million. അതിൻ്റെ 75% നമ്മൾ വാങ്ങി. ദാറ്റ് മീൻസ് 1.5 million. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എഴുതി. സെക്കൻഡ് എലമെന്റ് റേഷ്യോ. ഏതിൻ്റെ റേഷ്യോ? ഇഷ്യൂ ബൈ അക്വിസിഷൻ. നമ്മൾ ക്യാഷ് മാത്രമല്ല കൊടുക്കുന്നത്, അവരിങ്ങോട്ട് ഷെയർ തരുന്നതിന് പകരമായിട്ട് നമ്മൾ നമ്മളുടെ കമ്പനിയുടെ ഷെയറും കൂടെ തരുന്നു. ഇപ്പോൾ ഒരു എ കമ്പനി ഉണ്ട്. ആ എ കമ്പനിക്ക് അവരുടെ ഓണേഴ്സിനോട് ഞാൻ പറയാണ്, നിങ്ങൾ എ കമ്പനിയുടെ നിങ്ങളുടെ കയ്യിലുള്ള ഷെയർ എനിക്ക് വിറ്റാൽ ഞാൻ എൻ്റെ കമ്പനിയുടെ ഷെയർ നിങ്ങൾക്ക് പേയ്മെന്റ് ആയിട്ട് തരാം. അപ്പൊ എത്രയാണ് ഇവിടെ പേയ്മെന്റ്? 2 for every 3. ദാറ്റ് മീൻസ് ഇഷ്യൂ. നേരെ വേർഡ് ശ്രദ്ധിക്കുക, ഇഷ്യൂ 2. അപ്പൊ ഇഷ്യൂ ബൈ അക്വിസിഷൻ അല്ലേ? ഇഷ്യൂ എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ അക്വിസിഷൻ. എവരി 3 അക്യൂർഡ്. അക്യൂർഡ് എത്രയാണ്? 3. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 2/3.
അപ്പോൾ സെക്കൻഡ് എലമെന്റ് എഴുതി. സെക്കൻഡ് എലമെന്റ് എഴുതിയില്ലേ? ഇനി ഇൻറ്റു തേർഡ് എലമെന്റ് ഫെയർ വാല്യൂ ഓഫ് പാരന്റ് ഷെയർ. കൺസിഡറേഷൻ പെയ്ഡ്, പേയ്മെന്റ് ആരാ കൊടുക്കുന്നത്? നമ്മളാണ്. നമ്മൾ അവരുടെ ഷെയർ വാങ്ങിക്കുന്നു. അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? അതിന് പകരം നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കുന്നു, ഷെയർ കൊടുക്കുന്നു. നമ്മൾ ഷെയർ അങ്ങോട്ട് കൊടുക്കുക, അവർ തരുന്ന ഷെയറിന്റെ അനുപാതത്തിൽ നമ്മൾ അങ്ങോട്ട് ഷെയർ കൊടുക്കുന്നു. ദാറ്റ് മീൻസ് ഷെയറിന്റെ പേയ്മെന്റ് നമ്മളല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഷെയറിന്റെ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ നമ്മളുടെ ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത് അവരിങ്ങോട്ട് തരുന്നതിന് പകരമായിട്ട്. അതുകൊണ്ട് നമ്മളുടെ ഷെയറിന്റെ ഫെയർ വാല്യൂ വെരി ഇമ്പോർട്ടൻറ്റ്, നേരെ ശ്രദ്ധിക്കണം, മാറിപ്പോകരുത്. ഫെയർ വാല്യൂ ഓഫ് പാരന്റ് ഷെയർ, പാരന്റിന്റെ ഷെയറിന്റെ ഫെയർ വാല്യൂ എത്രയെന്ന് കാണണം. ഇവിടെ ആരാണ് പാരന്റ്? ഹൂ ആണ് പാരന്റ്. ഹൂയുടെ ഷെയറിന്റെ ഫെയർ വാല്യൂ എത്രയെന്ന്? ദ മാർക്കറ്റ് ഓർ ഫെയർ വാല്യൂ ഓഫ് എ $1 ഹൂ ഷെയർ at 1st January 16 was $3. എത്രയാണ്? $3 ആണ്. ക്ലിയർ ആണോ? സോ നമ്മൾ 3 എലമെന്റ് എഴുതി. എത്ര ഷെയർ നമ്മൾ വാങ്ങി? 2 മില്യണിലെ 75% വാങ്ങി. റേഷ്യോ ഓഫ് ഇഷ്യൂ ബൈ അക്വിസിഷൻ, എത്രണ്ണം അങ്ങോട്ട് കൊടുത്തു? 2. ഇത്രണ്ണം അങ്ങോട്ട് കിട്ടി? 3. അങ്ങോട്ട് കൊടുക്കുന്നത് നമ്മളല്ലേ, അപ്പൊ അതിന്റെ ഫെയർ വാല്യൂ അല്ലേ കാണേണ്ടത്? ഷെയർ കൊടുക്കുന്നത് നമ്മളാണ്, അങ്ങോട്ട് കിട്ടുന്നുണ്ട്. സോ നമ്മളുടെ പാരന്റിന്റെ ഷെയർ ഒരെണ്ണം എത്രയാണ്? 3. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 75% ഇൻറ്റു 2 മില്യൺ എത്രയാണ്? 1.5 മില്യൺ ഇൻറ്റു 2/3 ഇൻറ്റു 3 ഈക്വൽ ടു എത്ര കിട്ടുന്നത്? ഇൻറ്റു 2/3 ഇൻറ്റു 2. ദാറ്റ് മീൻസ് 3 മില്യൺ ആണ് കിട്ടുന്നത്. എനിക്കറിയാം അത് രണ്ടും വെട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നല്ലെങ്കിൽ വിചാരിക്കുന്നത്. ഞാൻ ധൈര്യത്തിന് തെറ്റണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ 1.5 മില്യൺ ഇൻറ്റു 2 3 മില്യൺ. സോ ഫെയർ വാല്യൂ ഓഫ് ഷെയർ കൺസിഡറേഷൻ എത്ര വരുന്നത്? 3 മില്യൺ ആണ്. അപ്പം ഇതാണ് വർക്കിംഗ് നോട്ട് 3 ഗുഡ് വില്ല് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. സോ ഈ 3 മില്യണും കൂടെ ഇവിടെ എഴുതാം. അപ്പോൾ നമ്മളുടെ ടോട്ടൽ കൺസിഡറേഷൻ കിട്ടി. ഇനി ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡറേഷൻ പെയ്ഡ് അറിയില്ല എന്ന് പറയരുത്, നല്ല വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. 5.7 മില്യൺ. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഇവിടെ ഇതിന് മറ്റൊരു സ്ഥലത്തും കൂടെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. നമ്മളുടെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലാൻഡ് സ്റ്റേറ്റ്മെന്റിലും അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, വർക്കിംഗ് നോട്ടിലും ഉണ്ട്. ഇവിടെ വർക്കിംഗ് നോട്ട് 3 ഷെയർ കൺസിഡറേഷന്റെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു. ഇനി ഷെയർ കൺസിഡറേഷൻ സ്റ്റേറ്റ്മെന്റിലും കൂടെ ഉണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ പറഞ്ഞു തരാം, നിങ്ങൾ വൃത്തിക്ക് മനസ്സിലാക്കുക. നമ്മളുടെ കൺസോളിഡേറ്റഡ് SOFPയിൽ ഇക്വിറ്റിയുടെ താഴെ ഷെയർ ക്യാപിറ്റൽ ആരുടെ മാത്രമേ എടുക്കാവുള്ളൂ? പാരന്റ്. ഷെയർ പ്രീമിയം ആരുടെ എടുക്കാവുള്ളൂ? പാരന്റ്. അപ്പൊ ഷെയർ ക്യാപിറ്റലിന്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം, അതാണ് നോമിനൽ വാല്യൂ ഓഫ് ഷെയർ കൺസിഡറേഷൻ. ഷെയർ പ്രീമിയത്തിന്റെ കൂടെയും കൂടെ ആഡ് ചെയ്യണം. നോമിനൽ വാല്യൂ അല്ല, വെരി സോറി, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ, എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ല, നിങ്ങളെ മിസ്റ്റേക്ക് ആണ്. പ്രീമിയം വാല്യൂ ഓഫ് ഷെയർ കൺസിഡറേഷൻ. ക്ലിയർ ആണോ? സോ ഷെയർ പ്രീമിയം പാരന്റ് പ്ലസ് പ്രീമിയം വാല്യൂ ഓഫ് ഷെയർ കൺസിഡറേഷനും കൂടെ ചെയ്യണം നമ്മൾ. ക്ലിയർ അല്ലേ? സോ ഇവിടെ നോമിനൽ വാല്യൂ ഓഫ് ഷെയർ കൺസിഡറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? പ്രീമിയം വാല്യൂ ഓഫ് ഷെയർ കൺസിഡറേഷൻ ഉണ്ട്. ഇതെങ്ങനെ കാണാം? പാരന്റിന്റെ സ്റ്റേറ്റ്മെന്റിലെ ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയം എടുക്കുക, അതിന് പുറമെ ഷെയർ കൺസിഡറേഷന്റെ നോമിനൽ വാല്യൂ, ഷെയർ കൺസിഡറേഷൻ ഇവിടെ കണ്ടില്ല, അതിന്റെ നോമിനൽ വാല്യൂ അതുപോലെ പ്രീമിയം വാല്യൂ കാണണം. അതെങ്ങനെ കാണാം എന്ന് നോക്കാം. ഇവിടെ ഫെയർ വാല്യൂ അല്ലേ എഴുതിയത്, ഇതേ ഇക്വേഷൻ ചെയ്താൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഒരു ഷെയറിന്റെ നോമിനൽ വാല്യൂ എത്ര? ഹൂ എന്ന് പറയുന്ന കമ്പനിയുടെ $1 ഷെയർ എന്നല്ലേ പറയുന്നത്. ദാറ്റ് മീൻസ് $1 ആണ് നോമിനൽ വാല്യൂ. നിങ്ങൾ ഈ ഫെയർ വാല്യൂ ഇല്ലേ 3, ഇതിനങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. ഈ 3നെ 1 നോമിനൽ വാല്യൂ, അപ്പോൾ ബാക്കി പ്രീമിയം വാല്യൂ 2, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇതേ ഇക്വേഷനിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 3യെ
ഇതേ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഷെയർ കൺസിഡറേഷൻ്റെ നോമിനൽ വാല്യൂ കാണാൻ ഇതേ ഇക്വേഷൻ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. നമ്പർ ഓഫ് ഷെയർസ് അക്യൂർഡ്, റേഷ്യോ ഓഫ് ഇക്വിസിഷൻ. ഇവിടെ ഫെയർ വാല്യൂ മാറ്റിയിട്ട് നോമിനൽ വാല്യൂ ആക്കിയാൽ നോമിനൽ വാല്യൂ ഓഫ് ഷെയർ കൺസിഡറേഷൻ കിട്ടും. ഇവിടെ ഫെയർ വാല്യൂ മാറ്റിയിട്ട് പ്രീമിയം വാല്യൂ. എങ്ങനെ പ്രീമിയം വാല്യൂവിനെ കണ്ടെത്തുക? 3ൽ 1 നോമിനൽ വാല്യൂ ആണെങ്കിൽ ബാക്കി ബാലൻസ് 2 എന്തായിരിക്കും, പ്രീമിയം വാല്യൂ ആയിരിക്കും. ഇങ്ങനെ ഇവിടെ നോമിനൽ വാല്യൂ ഇട്ടാൽ നോമിനൽ വാല്യൂ ഓഫ് ഷെയർ കൺസിഡറേഷൻ കിട്ടും. ഇവിടെ പ്രീമിയം വാല്യൂ ഇട്ടാൽ പ്രീമിയം വാല്യൂ ഓഫ് ഷെയർ കൺസിഡറേഷൻ കിട്ടും. ഇതും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ അല്ലേ? സോ നമ്മളുടെ രണ്ട് ടോപ്പിക്ക്, ചെറിയൊരു ടോപ്പിക്കാണ് പറഞ്ഞു, ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്. പക്ഷേ അത്യാവശ്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങളുടെ വരുന്ന പേപ്പറിൽ. സോ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? 2 സ്ഥലത്താണ് വർക്കിംഗ് നോട്ട് 2 നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡറിയിലും വർക്കിംഗ് നോട്ട് 3 ഗുഡ് വില്ലെ ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡിലും. വർക്കിംഗ് നോട്ട് 2ൽ 2 സ്ഥലത്ത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അറ്റ് അക്വിസിഷനിലും മറ്റ് റിപ്പോർട്ടിങ്ങിലും ആഡ് ചെയ്യുക. അറ്റ് റിപ്പോർട്ടിങ്ങിൽ എഴുതിയ ബാലൻസ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റിൽ അത് SOFPയിൽ PP കാണുമ്പോൾ പാരന്റ് പ്ലസ് സബ്സിഡറി പ്ലസ് ആ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് കൂടെ എഴുതുക. നെക്സ്റ്റ് പറഞ്ഞായിരുന്നു ഫെയർ വാല്യൂ ഓഫ് ഷെയർ കൺസിഡറേഷൻ പെയ്ഡ്. ക്യാഷ് ഉണ്ട്, ഷെയർ ഉണ്ട്. ക്യാഷ് സിമ്പിൾ അല്ലേ? നമ്പർ ഓഫ് ഷെയർസ് അക്യൂർഡ് ഇൻറ്റു ക്യാഷ് പെർ ഷെയർ ചെയ്താൽ മതി. ബട്ട് ഷെയർ കൺസിഡറേഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് ഷെയർസ് അക്യൂർഡ് ഇൻറ്റു റേഷ്യോ ഓഫ് ഇഷ്യൂ ബൈ അക്വിസിഷൻ ഇൻറ്റു ഫെയർ വാല്യൂ ഓഫ് പാരന്റ് ഷെയർ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത് കൺസോൾട്ടേറ്റഡ് SOFPയിൽ ഇക്വിറ്റിയിൽ പാരന്റിനെ മാത്രമേ എഴുതുന്നുള്ളൂ. പ്ലസ് ഇതേ ഷെയർ കൺസിഡറേഷന്റെ നോമിനൽ വാല്യൂ എഴുതണം. എങ്ങനെ നോമിനൽ വാല്യൂ ആണ്? ആ ഇക്വേഷനിൽ ഫെയർ വാല്യൂന്റെ അവിടെ നോമിനൽ വാല്യൂ ഇട്ടാൽ മതി. പ്ലസ് ഷെയർ പ്രീമിയത്തിൽ പാരന്റ് പ്ലസ് പ്രീമിയം വാല്യൂ ഓഫ് ഷെയർ കൺസിഡറേഷൻ. സെയിം ഇക്വേഷനിൽ ഫെയർ വാല്യൂന്റെ അവിടെ നേരത്തെ നോമിനൽ വാല്യൂ ഇട്ടിരുന്നു, അതിന്റെ പുറമെ ഒരു പ്രീമിയം വാല്യൂ കൂടെ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് പ്രീമിയം വാല്യൂ ഓഫ് ഷെയർ കൺസിഡറേഷൻ കിട്ടും. ക്ലിയർ ആണോ എല്ലാവർക്കും? സംശയമില്ലല്ലോ. സോ ഇതായിരുന്നു നമ്മളുടെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഓക്കെ, താങ്ക് യു.